കാലം എത്ര പുരോഗമിച്ചാലും ഭരണകൂടങ്ങൾ എത്രയൊക്കെ മാറിമറിഞ്ഞാലും സാധാരണക്കാരന്റെ അവസ്ഥ എന്നും ഒരേപോലെ തന്നെയാണ്. പണമുള്ളവർക്ക് ഒരു നീതി, പണമില്ലാത്തവർക്ക് മറ്റൊരു നീതി. കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നുള്ളൊരു ആപ്തവാക്യം ഇവിടെ ശരിയാവുകയാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ദിലീപ് VIP പരിഗണനയോടുകൂടി ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയ സംഭവത്തെ കുറിച്ചിട്ടാണ്. ഇരുമുടിക്കെട്ട് പോലും കൊണ്ടുപോകാതെയാണ് ദിലീപും ദിലീപിന്റെ അനുയായികളും വളരെ ആയാസമായിക്കൊണ്ട് അയ്യപ്പ ദർശനം നടത്തിയത്. അതും ഹരിവരാസനം മുഴുവൻ പാടിക്കഴിയുന്നത് വരെ അയ്യപ്പന്റെ മുന്നിൽ ദർശനം നടത്താനുള്ള ഒരു അവസരം ദിലീപിന് കിട്ടി. ഈ ഒരു അവസരത്തിൽ ഒരു സാധാരണക്കാരൻ 41 ദിവസം കഠിന വ്രതം എടുത്ത് മാലയിട്ട് നോൺ വെജൊക്കെ ഉപേക്ഷിച്ച് വളരെ കഷ്ടപ്പെട്ട് ലൗകിക സുഖങ്ങളിൽ നിന്നൊക്കെ മാറി ദൈവത്തിന്റെ മാർഗം, ദൈവത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് എല്ലാ ആചാരങ്ങളും അനുഷ്ഠിച്ച് അയ്യപ്പനെ കാണാൻ വരുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു വിവേചനം, അത് എത്രമാത്രം ഒരു അനീതിയാണല്ലേ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്നത്. അത് ശബരിമലയിൽ മാത്രമല്ല കേട്ടോ, ഗുരുവായൂരും ഇതേ ഒരു അവസ്ഥ തന്നെയാണ്. അങ്ങനെ മറ്റു പല അമ്പലങ്ങളിലും ഇതുപോലെ VIP പരിഗണന ലഭിക്കുന്ന ആൾക്കാരുണ്ട്. രാഷ്ട്രീയക്കാരുണ്ട്, ബിസിനസ്മാൻമാരുണ്ട്, ഫിലിം ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടുവരുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയാണോ? നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം അങ്ങനെയാണോ? സാധാരണക്കാരന് ഈ ഒരു സന്ദർഭങ്ങളിൽ, ഇങ്ങനെ വിവേചനം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ പ്രതികരിക്കാനുള്ളൊരു ശേഷി കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ദിലീപ് അയ്യപ്പ ദർശനം നടത്തിയ സമയത്ത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്. സാധാരണക്കാരന്റെ സമയത്തിന് ഒരു വിലയുമില്ല. ഇവർക്ക് മാത്രമേ സമയത്തിന് വിലയുള്ളൂ. ഇവർക്ക് മാത്രമേ തൊഴുത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകേണ്ടതുള്ളൂ. അപ്പോൾ അത്രയ്ക്കും ഒരു വിവേചനമാണ് നമ്മുടെ സമൂഹത്തിൽ. അല്ലെങ്കിൽ കാശുള്ളവർക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് വേറെ, അല്ലെങ്കിൽ VIPകൾക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് വേറെ. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞത്, സാധാരണക്കാരൻ എന്നും സാധാരണക്കാരൻ തന്നെയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതി ചോദ്യം ചെയ്തത് ഒരു ആശാവഹമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു അവസരത്തിലെങ്കിലും കോടതി ചോദ്യം ചെയ്തല്ലോ. ഒരു സാധാരണക്കാരന് പ്രതീക്ഷ വെക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള അനീതികൾ നടക്കുന്ന സമയത്ത് സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ ദിലീപ് അയ്യപ്പ ദർശനം നടത്തിയ സമയത്ത് പല സാധാരണക്കാരും അവിടെ ഇതിൽ നിന്ന് കാണുന്നവരുണ്ടാവും. പക്ഷെ ആർക്കും ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ല. അത്രയ്ക്കും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അവർക്ക് ഭഗവാനെ കാണാനുള്ള അവസരം നിഷേധിക്കുകയാണ്. അവരാണ് പിന്നെ പ്രശ്നക്കാരാവുക. അപ്പോൾ സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാനായിട്ട് ആരുമില്ല ഇവിടെ. അങ്ങനെ പ്രതികരണശേഷി പോലും നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവസ്ഥ അങ്ങനെയാണ്. പക്ഷേ നമ്മളെപ്പോലുള്ള ചിലര് ഇതിനെതിരെ സംസാരിക്കുന്നത് നമുക്കൊക്കെ ഒരു തുല്യ നീതി ഇനിയെങ്കിലും കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഇപ്പം ഞാനിത് സംസാരിച്ചത് കൊണ്ട് നമുക്ക് ഇതിലൊരു മാറ്റം ഉണ്ടാവും എന്നല്ല, പക്ഷെ നമ്മളിതൊക്കെ കാണുന്നുണ്ട്, നമ്മളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് ചിലരെങ്കിലും മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. ശബരിമല അമ്പലത്തിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്യമുണ്ട്, തത്വമസി എന്നുള്ളത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എത്ര പേർക്ക് അറിയാം? അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കാശും വാങ്ങി പോക്കറ്റിലിട്ട് വിഐപികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ അർത്ഥം അറിയോ? തത്വമസി എന്ന് പറയുന്നത് ഈശ്വരൻ നീ തന്നെയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഞാനും നീയും ഒന്ന് തന്നെ എന്നുള്ളതാണ്. ഈ 41 ദിവസം കഠിനമായി വ്രതമെടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്രയും കഷ്ടപ്പാടിലൂടെ അവിടെ ചെന്നെത്തുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാവും. അതാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ഈ കള്ളന്മാർക്കും അല്ലെങ്കിൽ കൊള്ളക്കാർക്കും ഒക്കെ കയ്യിൽ കാശുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രത്യേക പരിഗണന കൊടുക്കുന്ന ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥര് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജോലി ചെയ്യാനായിട്ടുള്ള അർഹത അവർക്കുണ്ടോ? എന്താണ് ഭക്തി എന്നുള്ളത് അറിയാമോ? ശരിക്കും പറഞ്ഞാൽ മനസ്സ് ശുദ്ധമാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അമ്പലത്തിലും പോയി തൊഴേണ്ട ആവശ്യമില്ല. ഞാൻ ഭക്തി വേണ്ട എന്നല്ല പറയുന്നത്, ഭക്തി ആവണം, ഭക്തി ഉണ്ടാവണം, അതിനൊക്കെ ഒരു ലിമിറ്റ് വേണം. ഇത് ഞാൻ സാധാരണക്കാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. കാരണം നമ്മളൊക്കെ കഷ്ടപ്പെട്ടു പോയി ഭക്തിയോടുകൂടി പോയി തൊഴുമ്പോൾ
നമ്മുടെ ഭക്തിക്കാണോ വില കിട്ടുന്നത്, അല്ലെങ്കിൽ കാശുള്ളവനാണോ വില കിട്ടുന്നത്? നമ്മളൊക്കെ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുക. എത്രമാത്രം കഷ്ടപ്പാടും എത്രമാത്രം കാശുമൊക്കെ കൊടുത്തിട്ടാണ് നമ്മളും അമ്പലത്തിലേക്ക് പോകുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് നല്ലൊരു ചുറ്റുപാടെങ്കിലും അവിടെ ഒരുക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വേണ്ടാന്ന് പറയുന്നുണ്ടോ അവര്? കാശൊക്കെ മേടിച്ചിട്ട് തന്നെയല്ലേ നമ്മളോടും അവര് ലൈക്ക് ഈ വിധത്തിലൊക്കെ പെരുമാറുന്നത്. സാധാരണക്കാര് ചിന്തിക്കുക. എന്നാണ് ഈ സമൂഹത്തിൽ നമുക്കൊക്കെ കിട്ടുന്ന നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്നുള്ളത് ചിന്തിക്കുക.